വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാംഗോ ഐസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. വെറും 2 സാധനങ്ങൾ മാത്രം മതി. ഇതിൽ ഞാൻ മാങ്ങയും കണ്ടൻസ്ഡ് മിൽക്കുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. മാങ്ങ എത്രമാത്രം മധുരമുണ്ട് എന്നൊക്കെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പ്യൂരി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്തിട്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പോപ്സിക്കിളിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതേപോലുള്ള ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഈ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് വരെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐസാണ്. ഇതെല്ലാതും നല്ലതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പം നിങ്ങളുടെ അടുത്ത് ഈ പോപ്സിക്കിളിൻ്റെ മോൾഡ് ഇല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലോ ഇതേപോലെ നിറച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതേപോലുള്ള ഒരു ചെറിയ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റിക്ക് ഒന്ന് കുത്തി കൊടുക്കാം. ഇതേപോലുള്ള ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഇത് ഇതേപോലെ തന്നെ ഫ്രീസറിലേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഒരു 3-4 മണിക്കൂർ എന്തായാലും സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് സെറ്റായി കിട്ടും. ഇപ്പോൾ പോപ്സിക്കിൾസൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മുമ്പേ എടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇതിൽ നിന്നും ഇളക്കിയെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതേപോലെ തിളച്ച വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാൻ ഈസി ആയിരിക്കും. ഇതേപോലെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും ഇളക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ് റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മാംഗോ പോപ്സിക്കിൾസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്